ഈ തിരക്ക് എവിടുത്തേതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഓച്ചിറ അമ്പലത്തിലോട്ട് പോകാനുള്ള തിരക്കാണ്. ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. തിരക്ക് കുറവാണെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഇതേ കൃഷ്ണപുരം എത്തിയപ്പോൾ ഉള്ള ബ്ലോക്കായത് കേട്ടോ. കൃഷ്ണപുരം തൊട്ടേ റോഡൊക്കെ ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഓണാട്ടുകാർക്ക് ഉത്സവങ്ങൾ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഉത്സവമാണ് 28 ഓണം എന്ന് പറയുന്നത്. ഓച്ചിറ അമ്പലത്തിലെ 28 ഓണം, അതായത് കന്നിമാസത്തിലെ തിരുവോണമാണ് 28 ഓണം ആഘോഷം ഓച്ചിറ അമ്പലത്തിൽ നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളകെട്ടുത്സവം നടക്കുന്ന അമ്പലമാണ് ഓച്ചിറ അമ്പലം. അതും ഞങ്ങളുടെ ഓണാട്ടുകരയിലാണെന്നുള്ളതാണ് പ്രത്യേകത. അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ 28 ഓണം ഇന്നലെ ആയിരുന്നു. ഒക്ടോബർ 3-ാം തീയതിയാണ് ഇപ്രാവശ്യം, അതായത് ഇന്നലെ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ പിറ്റേ ദിവസമാണ് വന്നത്. തിരക്ക് കുറവാണെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അതേ വണ്ടിയൊക്കെ എവിടെയോ ഉന്തി തള്ളി കയറ്റി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ്. അമ്പലത്തിലോട്ട് പോകും. അതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണിത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോലീസുകാർ അങ്ങ് കൃഷ്ണപുരം തൊട്ടേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ്, ഹെവി തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ നടന്നു പോകുന്നു, കണ്ടിട്ട് പോകുന്നു, തിരിച്ച് വരുന്നു. വണ്ടികളൊക്കെ കണ്ടില്ലേ, ഭയങ്കര പാടാണ്, ഭയങ്കര. ഞാൻ ആദ്യമായിട്ട് 28 ഓണത്തിന് പിറ്റേ ദിവസമൊക്കെ ഇത്രയും തിരക്ക് ഈ അമ്പലത്തിൽ കാണുന്നത്. ഞങ്ങൾ കൂടുതലും പിറ്റേ ദിവസമൊക്കെയാണ് വരുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു തിരക്ക് കാണുന്നത്. ഏട്ടനും ദശപ്പനും മുന്നേ നടന്നു പോവുക, ഞാനും അമ്മയും കൂടെ പുറയിൽ നടന്നു പോകുന്നുണ്ട്. കണ്ടില്ലേ, ഞങ്ങളങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. കണ്ടോ, തിരക്കുണ്ട്, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തിരക്കാണ്. അപ്പോൾ വെളിയിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ അകത്തിനി എന്തുമായിരിക്കും എന്നറിയാൻ വയ്യ. അതേ കണ്ടില്ലേ, ആൾക്കാരൊക്കെ വരുന്നു പോകുന്നു, കുറച്ച് പേര് വരുന്നു, കുറേ പേര് പോകുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഇതേ കണ്ടില്ലേ, എൻ്റെ പൊന്നോ തിരക്ക്. ഇത് ഒരു സൈഡിലെ തിരക്കാട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ടുള്ള കാളകെട്ടെന്ന് പറയുന്നത്. അതിൻ്റെ മുന്നിലൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ശിവനും പാർവതിയുടെയും പ്രതിമയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, നന്ദികേശന്മാർ. ഇത് ഓരോ കരക്കാരുടെ ആണ് ഈ വെച്ചിരിക്കുന്നത്. നന്ദികേശന്മാരെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലുത് തൊട്ട് ഏറ്റവും ചെറുത് വരെയുണ്ട്. പക്ഷേ അങ്ങ് അറ്റം വരെയൊന്നും കാണാൻ പോകാൻ പറ്റിയില്ല, കാരണം തിരക്കാണ്. കണ്ടില്ല, ഭയങ്കര തിരക്കാണ്. നല്ല രസമുണ്ടല്ലേ രാത്രിയിൽ കാണാൻ വേണ്ടിയിട്ട്, ലൈറ്റൊക്കെ വെച്ചിട്ട്. ഇവിടെ ഭയങ്കര പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, തിരക്ക് കണ്ടോ. പിള്ളേരെയൊക്കെ തലയിൽ എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. കാരണം പിള്ളേരൊന്നും താഴെ നിർത്തിക്കഴിഞ്ഞാൽ പിള്ളേരൊന്നും കിട്ടത്തില്ല. കണ്ടോ, ഇടിച്ചിടിച്ചാണ് നടക്കുന്നത്. ഇതേപോലെ ഒരു തിരക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓച്ചിറ അമ്പലത്തിലെ വൃശ്ചികോത്സവത്തിന് പോലും ഇങ്ങനെ തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തിരക്കായിരുന്നു. എനിക്കൊന്ന് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ഉത്സവം ഇതാണെന്ന് തോന്നുന്നു. നന്ദികേശന്മാരെ എല്ലാം നല്ലോണം ഒരുക്കി. കണ്ടില്ലേ, നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റൊക്കെ വെച്ചിട്ട് ഓരോ നമ്പരൊക്കെ ഉണ്ട് ഇവർക്ക്.